അങ്ങനെ ഇന്ന് നമ്മൾ കോഴിക്കോട് ലുലു മാൾ കാണാൻ പോവുകയാണ് കേട്ടോ. ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ആ മഞ്ഞ കളറിൽ കാണുന്നതാണ് ലുലു മാളിൻ്റെ ബിൽഡിങ്. നല്ല വിശാലമായി ഇഷ്ടം പോലെ കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഒരു 1/2 കിലോമീറ്ററോളം നമ്മളിങ്ങനെ നടന്നിട്ട് വേണം പോകാൻ. ഇങ്ങനെ വാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും വണ്ടിക്ക് വേറൊരു ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽക്കൂടി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഈ മഞ്ഞ കളറിൽ കാണുന്ന വലിയ ബിൽഡിങ്ങാണ് ലുലു മാൾ. മാങ്കാവിലാണ് കേട്ടോ ഇത്. ഈ മിംസ് ഹോസ്പിറ്റൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കോഴിക്കോട്. ഏകദേശം ആ റോഡൊക്കെ ഇപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എന്നും ബ്ലോക്കാണ്. ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഫുള്ള് വഴി ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ അർജൻറ്റായിട്ട് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ആ വഴിയൊന്നും ലുലു മാളിൽ കയറാമെന്നൊക്കെ വിചാരിച്ച് പോകരുത്. അങ്ങനെ പോയാൽ പെട്ടുപോകും. പാസ്പോർട്ടിനൊക്കെ ടിക്കറ്റ് എടുത്ത് സമയമൊക്കെ എടുത്തിട്ട് അതിന് മുമ്പ് ലുലു മാളിൽ പോകാമെന്നൊക്കെ വിചാരിച്ച ആൾക്കാരുണ്ടെങ്കിൽ അതിനൊന്നും നിൽക്കരുത്. ഒരു 2 മണിക്കൂർ എന്തായാലും വെയിറ്റിംഗ് ഉണ്ടാവും ആ പറഞ്ഞ സ്ഥലത്തേക്ക് ഒന്ന് എത്താൻ. ടൗണ് ഫുള്ള് ബ്ലോക്കാണ് ഇപ്പോൾ കേട്ടോ. ഏതായാലും അങ്ങനെ ലുലു മാൾ കാണുക എന്നുള്ള ആ പരിപാടി ഇന്ന് നടന്നു. ഫസ്റ്റ് തന്നെ നമുക്കിങ്ങനെ കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വലിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണാം കേട്ടോ. ഒരുപാട് സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ്. ഫുഡ് സെക്ഷൻ ഒരുപാടുണ്ട്. ക്രോക്കറി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ സാധാരണയുള്ള നമ്മുടെ ഫുഡ് ഐറ്റംസും കുക്ക് ചെയ്യുന്ന ലൈവായിട്ടുള്ള സാധനവും ഇറച്ചിയും മീനും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു ബ്യൂട്ടി ഷോപ്പ് കാണാം. കോസ്മെറ്റിക്സ് ഒക്കെ കിട്ടുന്ന ഒരു വലിയ കോസ്മെറ്റിക്സ് കിട്ടുന്നൊരു ഷോപ്പും അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് തന്നെ ലെൻസ് ആൻഡ് ഫ്രെയിംസിൻ്റെ വലിയൊരു കണ്ണടയുടെ ഷോപ്പ് കാണാം കേട്ടോ. അങ്ങനെ 3 ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ഫേസിൽ ഉദ്ഘാടനം കഴിഞ്ഞേക്കുന്നത്. അതിൽ ഏറ്റവും വലുത് ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. പിന്നെ ഈ തൊട്ടപ്പുറത്ത് നമുക്കൊരു ഡയമണ്ട് ഷോപ്പ് കാണാം കേട്ടോ. സ്വാ ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കുറേ നോസ് സ്റ്റഡിൻ്റെയും ഇയർ സ്റ്റഡിൻ്റെയും ഒക്കെ കുറേ പരസ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം കേട്ടോ. പിന്നെ ഒരുവിധം എല്ലാ ഷോപ്പുകളും തുറന്നിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന കടകളൊക്കെ വളരെ കുറവാണ്. ഈ അലൻസൊള്ളിയുടെ വലിയ ഇങ്ങനെ ഒരു ഷോപ്പ് കാണാം കേട്ടോ. ഒക്കെ അത്യാവശ്യം സാധാരണ നമ്മുടെ ബാക്കി മാളുകളിലൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്പേസ് ഉണ്ട്. വലിയൊരു വിശാലമായ ഓരോ റൂം തന്നെയാണ് കണ്ടോ. അലൻസോളിയുടെയൊക്കെ നോക്കി എത്ര വലിയൊരു ഷോറൂമാണ് നോക്കും. ഇഷ്ടംപോലെ ഓഫേഴ്സൊക്കെ എല്ലായിടത്തും ഉണ്ട്. അലൻസോളി കഴിഞ്ഞാൽ അടുത്തത് LP ആയിരുന്നു. അങ്ങനെ ലൂയി ഫിലിപ്പിൻ്റെയും ഒരുപാട് ഓഫേഴ്സും 1000 റുപ്പീസിൻ്റെ കൂപ്പണിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഏതായാലും ഈ ബ്രാൻഡഡ് ഷോപ്സിലൊന്നും കയറിയിട്ടില്ല. ഇന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് മുകളിലുള്ള ഫൺ സോൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണം. പിന്നെ ഈ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ. അതിനുള്ള സമയമേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ലെവിസിൻ്റെ ജീൻസും കുറേ ടോപ്സും ഒക്കെ ഉള്ള വലിയൊരു ഷോറൂം ഉണ്ട്. അടുത്തത് US പോളോ. അങ്ങനെ കുറേ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കേട്ടോ. നെക്സ്റ്റ് ഈ സെലിയോ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്സ് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ലുലു കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഓണത്തിൻ്റെ പോലെ തോണിയും ഒക്കെ വെച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു ഫോട്ടോ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്കിങ്ങനെ പിയോറോ എന്ന് പറഞ്ഞ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു ജ്വല്ലറി കാണാം കേട്ടോ. പിന്നെ അവിടുന്ന് എസ്കലേറ്ററും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട് കേട്ടോ. വലിയ 2 ലിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എസ്കലേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ നടുക്കാണ് ലിഫ്റ്റ് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ലിഫ്റ്റ് ഫുൾ ഗ്ലാസ് ആണ്. നമുക്ക് ഫുള്ള് കണ്ടുകൊണ്ട് തന്നെ ഓരോ ഫ്ലോറും കണ്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് തന്നെ പോവാം. 3 ഫ്ലോറാണ് കേട്ടോ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുക ഇബാദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂംസിൻ്റെ ഷോപ്പ് കേട്ടോ. പെർഫ്യൂംസൊക്കെ മിക്സ് ചെയ്തിട്ടും അങ്ങനെ പല രീതിയിൽ എടുക്കാൻ പറ്റിയ കുറേ ഒരു മോഡേൺ ആയിട്ടുള്ളൊരു പെർഫ്യൂം ഷോപ്പാണ്. അതിൻ്റെ തൊട്ട് സൈഡിലാണ് നമ്മുടെ ഈ ലുലു ഫാഷൻ സ്റ്റോർ കേട്ടോ. ലുലു ഫാഷൻ സ്റ്റോർ അത് താഴെ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ കസ്റ്റമർ കെയർ ഷോപ്പും ഉണ്ട് കേട്ടോ. പിന്നെ സോച്ച് എന്ന് പറഞ്ഞ കുറേ നല്ല ഭംഗിയുള്ള ചുരിദാറുകളൊക്കെ ഉള്ള ഒരു ഷോപ്പ്. ഇത് കുറേ മാളുകളിലൊക്കെ കാണാൻ സാധാരണ. നല്ല സാരി ഉണ്ട്, ചുരിദാറുണ്ട്, നല്ല നല്ല ഭംഗിയുള്ള പ്രിൻസൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള സാരികളും ചുരിദാറുകളൊക്കെ ഉണ്ട്. പിന്നെ വിസ്മയ എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ചുരിദാറുകളുടെ നൈറ്റിയുടെ ഒക്കെ ഒരു കളക്ഷൻ ആണല്ലോ, അതിൻ്റെ ഒരു ഷോറൂം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ ഫുഡ് കോർട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. ഫസ്റ്റ് ഫുഡ് കോർട്ടിൻ്റെ ഷോപ്പ് തന്നെ ഈ മോമോ എന്ന് പറഞ്ഞ മോമോ ഷോപ്പാണ് കേട്ടോ. അതിൻ്റെ സൈഡിലാണ് ഈ ഫണ്ടിയൂറ നമ്മളെ ഈ കൊച്ചി ലുലു മാളിൽ നിന്നുള്ള അത്രയും വലിയ ഫണ്ട് സോണല്ല കേട്ടോ. കുറച്ച് ചെറുതാണ്, അതിനേക്കാളൊക്കെ കുറച്ച് ചെറുതാണ്. പിന്നെ ഈ കമ്പ്യൂട്ടർ ഗെയിംസും കാർ റേസിങ്ങും ബൈക്ക് റേസിങ്ങും അങ്ങനത്തെയൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഇവർ കുറച്ചും കൂടി ചെറിയ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ള റൈഡുകളാണ്. നമ്മളെ കൊച്ചി ലുലുവിൽ കണ്ടിട്ടില്ലേ വലിയ ഒരു റോളർ കോസ്റ്റർ ഉണ്ട്, അതുപോലെ സീറോ ഗ്രാവിറ്റി ചേംബർ, അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല. ഇങ്ങനെ കുറേ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഇങ്ങനത്തെ ജീപ്പുകൾ കാറുകൾ ഒക്കെ ഇങ്ങനെ ആ കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ മൂവ് ചെയ്യും, സൗണ്ട് ഉണ്ടാവുകയൊക്കെ ചെയ്യാം. ചെറിയൊരു ചെർക്കിങ് ഒക്കെ മാത്രം ഉണ്ടാവണം കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ഇങ്ങനത്തെ. അത് കുറേ എണ്ണുണ്ട്. എല്ലായിടത്തും ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് കുറേ ഉണ്ട്. ചെറിയ കുട്ടികളെയാണ് അവർ മെയിൻലി ഉദ്ദേശിച്ചിരിക്കുന്നത് തോന്നുന്നു. വലിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരുപാട് റൈഡ്സ് ഒന്നും അങ്ങനെയില്ല. പിന്നെ സ്ട്രൈക്കിംഗ് കാറ് എല്ലാ മാളുകളിലും ഉണ്ടാവുമല്ലോ. എല്ലാ മാളുകളിലെ ഫണ്ട് സോണിലും ഉണ്ടാവുന്ന പോലെ ഒരു സ്ട്രൈക്കിംഗ് കാറുകളുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ഗെയിംസ് നമ്മൾ ഈ സ്വൈപ്പ് ചെയ്തിട്ട് കറക്റ്റ് നമ്പറിൽ നിർത്തി കഴിഞ്ഞാൽ ആ ടോയ് ക്യാച്ചറൊക്കെ അല്ലേ, അതുപോലെ
ആ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ 120 റുപ്പീസും 100 റുപ്പീസും ഒക്കെയാണ് കാർഡിൽ സ്വൈപ്പ് ചെയ്യേണ്ടത്. ഇങ്ങനത്തേനൊക്കെ കേട്ടോ. ഇങ്ങനെ സോഫ്റ്റ് ടോയ്സ് കിട്ടുന്ന കുറേ സ്വൈപ്പിംഗ് മെഷീൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് കറക്റ്റ് നമ്മൾ ആ ക്യാച്ചർ ആ നമ്പറിൽ നിർത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് ക്യാച്ച് ചെയ്യുന്നത്. പിന്നെ ഇതൊരു കപ്പ് ഓഫ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ക്യാൻഡികളും കോഫിയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. ഈ 10D തിയേറ്റർ ഉണ്ട്. ഈ 10D നല്ല അടിപൊളി മൂവിയായിരുന്നു. ഞങ്ങൾ കയറി, അത് നല്ല 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 ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സോഫ്റ്റ് പ്ലേ സോൺ ഇട്ടിട്ട് ചെറിയ കുട്ടികളെ ഇടാൻ വേണ്ടിയിട്ട് 1 അവറിനൊക്കെ ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ ഇവിടെ ആക്കി പോയാൽ മതി. ഫോൺ നമ്പർ കൊടുക്കുക. അപ്പോൾ അവർ ആ 1 അവർ ടൈം കഴിയുമ്പോൾ അവർ നോക്കാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അവർ കറക്റ്റായിട്ട് നോക്കിക്കോളുക. ടൈം കഴിയുമ്പോൾ നമ്മളെ വിളിക്കും, എന്നിട്ട് നമ്മളെ കുട്ടികളെ ഏൽപ്പിക്കും. ജംഗിൾ എന്നാണ് കേട്ടോ അതിൻ്റെ പേരിട്ടേക്കുന്നത്. എല്ലാ ഏജിലും വലിയ കുട്ടികളൊന്നും ഇതിലേക്ക് കിടത്തൂല. 80 സെൻറ്റിമീറ്ററിൻ്റെയും 130 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലുള്ള കുട്ടികൾ, ഈ 85ൻ്റെയും 130ൻ്റെ ഇടയിലുള്ള കുട്ടികൾ മാത്രമേ ഇതിൽ കയറ്റുള്ളൂ കേട്ടോ. കണ്ടോ, അങ്ങനെ കുറേ സ്ലൈഡുകളൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾ കുറേ നല്ല സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റ് റൂൾസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഹൈറ്റ് ചാർട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. ആ പച്ച സോണിലുള്ള കുട്ടികളെ മാത്രമേ ഇതിനുള്ളിൽ കയറ്റുള്ളൂ. അതിൻ്റെ മുകളിലുള്ള കുട്ടികളെയും ചെറിയ കുട്ടികൾക്കും അതിൽ എൻട്രി ഇല്ല കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ സൈഡിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ പ്രസ് ചെയ്താൽ നിർത്തുന്ന, ഏത് നമ്പറിലാണോ നിന്നത് അപ്പോൾ അത്രയും ടിക്കറ്റ്സ് കിട്ടുക. അങ്ങനത്തെയൊക്കെ കുറേ ഗെയിമുകളുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ അതുപോലെ തന്നെ കുറേ ഗെയിമുകൾ, കുറേ സോഫ്റ്റ് ടോയ്സ് എടുക്കുന്ന ഗെയിമുകളാണ് അധികം. പിന്നെ ഇതായത് ഇങ്ങനെ കോയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നടുക്ക് ഇങ്ങനെ കുറേ ബബിൾസൊക്കെ ഇങ്ങനെ വരുന്ന പോലെയുണ്ട്. പിന്നെ കുറേ കാറുകളൊക്കെ ഇങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ ഒരു ട്രാക്ക് കൂടി ഓടുന്ന കുറച്ച് റൈഡുകളുണ്ട്. പിന്നെ ഇതാ കുറേ കമ്പ്യൂട്ടർ ഗെയിംസ്, അതെല്ലാ ഫൺ സോണിലും ഉണ്ടാവുമല്ലോ, ഹൈലൈറ്റിലും ഒക്കെ ഉള്ള പോലെ തന്നെ കുറേ കാർ റേസിങ്ങും ബൈക്ക് റേസിങ്ങും ഇങ്ങനെ കുറേ കമ്പ്യൂട്ടർ ഗെയിംസ് ഉണ്ട് കേട്ടോ. അതൊരുപാടെണ്ണം ഉണ്ട്, കുറേ നിരയായിട്ടുണ്ട്. പിന്നെ ഒരു TT ബോർഡ് ഉണ്ട്. ഇങ്ങനെ കറക്റ്റ് ടൈം വെച്ചിട്ടുള്ള 10 മിനിറ്റ്സ് ഒക്കെ TT കളിക്കാം, പോയിന്റ് വെച്ചിട്ടുള്ള കളി. അത് കുട്ടികളൊക്കെ നല്ല അടിപൊളിയായി എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ലൈറ്റൊക്കെ ആയിട്ട് ആ ബോർഡിനെ കാണാൻ നല്ലൊരു രസമുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു കെരോസലുണ്ട് കണ്ടോ, കുറേ കുതിരകൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു കെരോസൽ. ഇങ്ങനെ കുറച്ച് ഈ ഫിഷ് ക്യാച്ചിങ്ങും കുറേ വെടിവെക്കുന്ന ഗെയിംസും എല്ലാ സോണിലും ഉണ്ടാവുമല്ലോ, ഫൺ സോൺസിലൊക്കെ ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ കുറേ ഗെയിംസ് ഉണ്ട്. പിന്നെ ഈ ബാസ്കറ്റ് ബോൾ ഉണ്ട്, എറിയൽ, പിന്നെ ഇങ്ങനെ എറിഞ്ഞ് വീഴ്ത്തൽ, ഇങ്ങനത്തെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ. ഒക്കെ 100 റുപ്പീസും 120 റുപ്പീസും ഒക്കെയാണ് കാർഡിൽ സ്വൈപ്പ് ചെയ്യാൻ വേണ്ടത് കേട്ടോ. പിന്നെ ഈ കാർഡുകൾ എടുക്കൽ ഫസ്റ്റ് തന്നെ എൻട്രൻസിൽ നമ്മൾ കാർഡ് എടുക്കണം, അല്ലാതെ അപ്പോൾ അതിൽ ക്യാഷ് ഇടാനൊന്നും പറ്റില്ല. നമ്മൾ ആ കാർഡിൽ നമ്മൾ ക്യാഷ് കയറ്റിയിട്ട് ആ കാർഡ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഈ ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും മിനിമം 600 റുപ്പീസാണ് കേട്ടോ സ്റ്റാർട്ടിങ് തന്നെ. ലാസ്റ്റ് ഒരു കെരോസൽ, ഇങ്ങനെ ഒരു കുതിരകൾ ഇങ്ങനെ വട്ടത്തിൽ കിടങ്ങുന്ന, പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ചാടുന്ന ഇതും അങ്ങനെ കുറേ ഒക്കെ. അധികം മെയിൻലി ചെറിയ കുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് തോന്നുന്നത്. വലിയ ആൾക്കാർക്കുള്ള വലിയ ത്രില്ലിങ് റൈഡ്സും അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഇതിങ്ങനെ ലൈറ്റിൻ്റെ ഒരു സ്പീഡ് ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതും പോയിൻറ്റ്സിനനുസരിച്ച് നമുക്ക് കോയിൻ കിട്ടുകയും ചെയ്യാം. അവസാനം എത്ര ഇത് കിട്ടിയിട്ടുണ്ടെന്ന് ഒരു ചെറിയ ടിക്കറ്റ് ഉണ്ടല്ലോ, എല്ലാ ഫൺ സോണിലും കിട്ടുന്ന പോലെ തന്നെ ആ ടിക്കറ്റ്സ് എത്ര എണ്ണം കിട്ടി എന്നുള്ളത് ആ ടിക്കറ്റ് നമുക്ക് ലാസ്റ്റ് റിഡംഷൻ കൗണ്ടറിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഗിഫ്റ്റും കിട്ടും. അവിടെ തന്നെയാണ് ടിക്കറ്റ് എടുക്കലും കേട്ടോ. ഇതൊക്കെ ഗിഫ്റ്റുകളാണ് കണ്ടോ. 400 പോയിൻറ്റിന് 500 പോയിൻറ്റിന് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എത്ര പോയിൻറ്റ്സ് ആണോ കിട്ടിയത് ആ പോയിൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഗിഫ്റ്റായിട്ട് മാറ്റാൻ പറ്റും. ഇതാണ് ഇപ്പോൾ 600-നും 1000-ത്തിനൊക്കെ ആണെങ്കിൽ വലിയൊരു ലാഭം എന്നൊന്നും പറയാനില്ല. 600-ഉം 1200-നൊക്കെ വരെ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ 5000-ത്തിനും 10000-ത്തിനൊക്കെ നമ്മൾ കാർഡ് എടുക്കുകയാണെങ്കിൽ 5000-ത്തിന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് 10000-ത്തിന് കളിക്കാൻ പറ്റും. അതൊക്കെ നല്ല ഓഫറായിട്ട് തന്നെ തരുന്നുണ്ട്, വലിയ ടിക്കറ്റ്സ് മാത്രം കേട്ടോ. പിന്നെ നമ്മൾ 10D മൂവി കാണാൻ കയറിയിട്ടോ. 10D മൂവി നല്ല രസമായിരുന്നു, നല്ല ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ. നല്ല ഒരു ട്രാക്കിൽ കൂടി പോകുന്ന ഒരു ട്രെയിനൊക്കെ പോലെ ട്രാക്കിൽ കൂടി അതൊക്കെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടിയൊക്കെ പോകുന്ന ഒരു റൈഡായിരുന്നു. ഈ 10D മൂവി നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ അവർ എഴുതി പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അത് ഒരാൾക്ക് 120 റുപ്പീസാണ് കേട്ടോ. നമ്മൾ കാർഡിൽ എത്ര പൈസ കയറ്റുമെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ കയറുന്നതിനനുസരിച്ച് ഒരു 120 സ്വൈപ്പ് ചെയ്ത് കയറ്റും. ഒരു 3D കണ്ണടയൊക്കെ ഉണ്ടെങ്കിൽ 3D കണ്ണടയൊക്കെ വെച്ച് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് നല്ല കാലിലും ഒക്കെ എന്തൊക്കെ സ്പ്രേയിങ്ങും ഒരു പാമ്പൊക്കെ കാലിൻ്റെ അടിയിൽ കൂടി വരുന്ന പോലത്തെ ഫീലൊക്കെ ഉള്ള നല്ല അടിപൊളി ഇഫക്റ്റുള്ള 10D മൂവി തിയേറ്റർ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ കുറേ ചെറിയ കുട്ടികൾക്കുള്ള കുറേ റൈഡ്സ് ഉണ്ട്. അത് കുട്ടികളിങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് റൈഡ്സൊക്കെ തന്നെയുള്ളൂ, ഒരുപാട് റൈഡ്സ് ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കോർട്ടൊക്കെ നടന്നിട്ടോ. ഈ 3rd ഫ്ലോറിലുള്ളത് ഫുഡ് കോർട്ടും പിന്നെ ഈ കുറച്ച് ബാത്റൂംസും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫൺ ട്യൂറയും ഇത് മാത്രമേ ഉള്ളൂ 3rd ഫ്ലോറിൽ കേട്ടോ. ഈ മോമോൻ്റെ ഷോപ്പിൽ തന്നെയാണ് ഈ കുൽഫി എന്ന് എഴുതിയിട്ട് കുറേ കുൽഫികളുണ്ട്, കുറേ വെറൈറ്റി കുൽഫികളുണ്ട്. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ കുൽഫി. നമ്മൾ ഒരു ഒറിജിനൽ മലായി കുൽഫി വാങ്ങി, ആ ക്രീം കളറുള്ള ശരിക്കുള്ള ട്രൂ ആയിട്ട് നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന നല്ല ഒറിജിനൽ കുൽഫി. പിന്നെ നമ്മളൊരു കേസർ പിസ്ത കുൽഫി, ആ പച്ച കളറിൽ അത് വാങ്ങി. കുറേ വെറൈറ്റി മോമോസ് ഉണ്ട് കേട്ടോ. സാധാരണ എല്ലായിടത്തും ഉണ്ടാവുന്നതിനേക്കാളും കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. കുറേ ചില്ലി മോമോസും കുറേ ഫ്രൈഡ് മോമോസ്, തന്തൂരി മോമോസ്, അങ്ങനെ ഓരോന്നിൻ്റെയും ഒരുപാട് ടൈപ്പ് ഉണ്ട്. ചോക്ലേറ്റ് മോമോ വരെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏതായാലും ഒരു പെരി പെരി മോമോയാണേ പറഞ്ഞത്.
അങ്ങനെ കുറേ ചിക്കൻ മസാല ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. സാധാരണ നമ്മൾ എത്ര വെറൈറ്റി മോമോസ് ഒന്നും കാണാറില്ല. അപ്പോഴേക്കും നമ്മുടെ കുൽഫി വന്നു, നമ്മളെ ഒറിജിനലായിട്ടുള്ള മലായി കുൽഫി കേട്ടോ. ഈ മലായി കുൽഫി നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. 99 റുപ്പീസാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു കുൽഫിക്ക് വില. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നെക്സ്റ്റ് ഒരു പിസ്സ ഹട്ടിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ ഒരു പൾപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് കുറേ ഫ്രഷ് ജ്യൂസിൻ്റെ ഒരു ഷോപ്പ് കേട്ടോ. കുറേ ഫ്രഷ് ജ്യൂസുകളുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ടും അങ്ങനെ എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളും കിട്ടുന്ന ഒരു പൾപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞ ഷോപ്പ്. പിന്നെ ഏറ്റവും തിരക്കുള്ളത് ഈ ടീ ഷോപ്പിലാട്ടോ. നമ്മുടെ സാധാരണ ചായയും കുറേ വെറൈറ്റി ചായകളുണ്ട്. പിന്നെ നെയ്യപ്പവും ഉണ്ണിയപ്പവും ഒക്കെ പരിപ്പുവടയും ഉള്ളിവടയൊക്കെ കിട്ടുന്ന ഒരു ചായയുടെ ഷോപ്പ്. പിന്നെ ബാസ്കിൻ റോബിൻസിൻ്റെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പം കുറേ ഒറിജിനൽ ബാസ്കിൻ റോബിൻസിൻ്റെ കുറേ ഫ്ലേവേഴ്സൊക്കെ ഉള്ള. പിന്നെ റൈസ് ആൻഡ് നൂഡിൽസ് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ഷോപ്പ്. കുറേ ചില്ലി ചിക്കനും ഗാർലിക് ചിക്കനും പിന്നെ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ കിട്ടുന്ന ഒരു ചൈനീസ് ഷോപ്പാണ്. ഇതാണ് നമ്മുടെ കേസർ പിസ്ത. അത് കുഴപ്പമില്ല, ഒരു ആവറേജ് ടേസ്റ്റ്. കൂടുതൽ ടേസ്റ്റ് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒറിജിനൽ മലായി കുൽഫി. അപ്പോഴേക്കും നമ്മുടെ പെരി പെരി ഫ്രൈഡ് മോമോ വന്നു കേട്ടോ. പെരി പെരി ഫ്രൈഡ് കണ്ടോ, ഇങ്ങനെ ഒരു 6 പീസാണ് വരുന്നത്. ഒന്നിൽ നല്ല അടിപൊളി പെരി പെരി സോസ് അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ചില്ലിയൊക്കെ ഇട്ട് നല്ല എരിവുണ്ട്, പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. സ്പൈസിയും ടേസ്റ്റിയുമാണ്. ഇത് കുർക്കുറെ ഫ്രൈഡ് മോമോസിൻ്റെ മുകളിൽ പിന്നെ ഇങ്ങനെ കുർക്കുറേൻ്റെ പൗഡറൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുർക്കുറെ മോമോ ആണ് കേട്ടോ. സംഭവം നല്ല കിടിലൻ ടേസ്റ്റാണ്. 250 റുപ്പീസോ എന്താണ് ഈ 6 പീസിന് വരുന്നത് കേട്ടോ. അതിൽ നല്ല സ്പൈസിയും ഹോട്ടും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള അടിപൊളി സോസാണ് അതിൻ്റെ കൂടെ തരുന്നത്. അതിലിങ്ങനെ മുക്കി കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഈ മോമോസിൻ്റെ ഷോപ്പിൽ നിന്ന് മോമോസ് ലവേഴ്സൊക്കെ എന്തായാലും 1-2 ഫ്ലേവർ മോമോ എങ്കിലും ട്രൈ ചെയ്യണം. അങ്ങനെ ഈ മോമോസും കൂടി ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് താഴെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോകാനാണ് പരിപാടി. കണ്ടില്ലേ ബില്ല്? ഞാൻ പറഞ്ഞ ഒരു 184 ആണ് നമുക്ക് മോമോക്ക്. 2 ഇതിനും നമ്മളെ കുൽഫികൾക്കൊക്കെ 99 റുപ്പീസാണ് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഡിംപ്ലിങ്ങിൻ്റെ ഒരു ഷേപ്പിലല്ല അവർ ഉണ്ടാക്കുന്നത്. ഒരു വേറൊരു കുറച്ച് നീളത്തിലുള്ള ഒരു ഷേപ്പിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ലീഫ് പോലെ മാർജിൻസ് ഒക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് വലുതുമാണ്, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. 6-ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങുമാണ്. ഫ്രോസൺ മോമോ അല്ല കേട്ടോ, ഇവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന നല്ല ഒരു മോമോൻ്റെ ടേസ്റ്റാണ്. ഫ്രോസൺ മോമോ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു വേറെ ടേസ്റ്റാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റായിരുന്നു. 184 ആണ് അപ്പോൾ ഈ 6 പീസ് വരുന്ന ഒരു കുർക്കുറെ ഫ്രൈഡ് മോമോ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുൽഫി അവിടെ വെച്ചിരുന്നു മോമോ കഴിക്കാൻ വേണ്ടി. അതെടുത്ത് വേഗം ഫിനിഷ് ചെയ്തു. എന്നിട്ട് നമ്മൾ ലിഫ്റ്റിൽ താഴേക്ക് പോകാൻ വിചാരിച്ചിട്ട് നടുക്ക് ഇങ്ങനെ ഗ്ലാസ് കൊണ്ടുള്ള വലിയ 2 ലിഫ്റ്റാണ്. ഒരു 15-ലധികം ആൾക്കാർ ഒന്നിച്ച് തന്നെ കൊള്ളു കേട്ടോ. അങ്ങനെ 3 ഫ്ലോർ മാത്രമാണ് ഇപ്പോൾ ഇവരുടെ ഫേസ് 1 ഓപ്പൺ ആയിട്ടുള്ളത്. മൂവി തിയേറ്റർ ഒന്നും ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. മൂവി തിയേറ്ററൊക്കെ ഇവരുടെ ഫേസ് 2 ഓപ്പൺ ആവുക എന്നാണ് കേട്ടത്. അങ്ങനെ നമ്മൾ താഴേക്കെത്തി ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. അവിടെ ഷോപ്പിങ്ങിന് കയറി. ഇത് ഞാൻ വലിയൊരു വീഡിയോ ആയത് കാരണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഷോപ്പിംഗ് വീഡിയോ. സോ താങ്ക് യു.